പഞ്ചാമൃതം കണ്ണിൽ മിന്നി കനൽ മിന്നൽ നാളം ആരും കാണാത്ത ദീപാങ്കുരം നിന്നോട് മിണ്ടാൻ നിന്നെ തലോടാൻ ചുണ്ടോട് ചുണ്ടിൽ തേനുണ്ട് പാടാൻ മോഹിച്ചു നിൽപ്പാണു ഞാൻ നിനക്കെന്തഴകാണഴകേ നിറവാർമഴവിൽ ചിറകേ നിലവിൽ വിരിയും നിലവേ. എന്താ നീ ആണല്ലേ ഈ നട്ടപ്പാതിരക്ക് മനുഷ്യനെ ഉറങ്ങാനും സമ്മതിക്കാതെ മൈക്ക് സെറ്റും വെച്ച് പാട്ട് പാടിക്കൊണ്ടിരുന്നേ? എന്ത് എനിക്ക് പാട്ട് പാടിക്കൂടെ? നിനക്ക് പാട്ടൊക്കെ പാടാം, അതിനെ പറ്റിട്ടൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ മൈക്ക് സെറ്റൊക്കെ വെച്ചിട്ടാണ് പാട്ട് പാടുന്നത് അല്ല. അപ്പൊ നിനക്ക് മലയാളം പാട്ടൊക്കെ അറിയോ നിനക്ക്? എൻ്റെ മോളെ, ഞാനിപ്പം മലയാളമല്ല സംസാരിക്കുന്നത്. എൻ്റെ അച്ഛൻ മലയാളിയാണ്, ഞങ്ങൾ വീട്ടിൽ മലയാളമാണ് സംസാരിക്കുന്നത്. അമ്മ മാത്രമേ തമിഴ് സംസാരിക്കാറുള്ളൂ. അത് ശരിയല്ലേ, തലശ്ശേരി ചെറുതായിട്ടൊന്ന് അടിച്ചു വരാണ്. പക്ഷെ ഞാൻ അതൊന്നുമല്ല ചോദിക്കാൻ വന്നത്. ഞാൻ ചോദിക്കാൻ വന്നത് ഈ പാട്ടില്ലേ എനിക്ക് സിമിലറായി തോന്നി, അതാ ഞാൻ ഓടി വന്നത്. അതാണ് ശരിക്കും കാര്യം പറയാൻ വന്നേ. സിമിലറായി തോന്നുന്നില്ലേ? അപ്പടി എടുക്കാനാ ഓൾറെഡി ഇതൊരു സിംഗർ പാടി വെച്ചതല്ലേ, അതുകൊണ്ട് നീ കേട്ടിട്ടുണ്ടാവും. അതാണ് സിമിലറായി നിനക്ക് തോന്നുന്നത്. ലൈക്ക് എൻ്റെ വോയിസ് BTSലെ വീണെ കൊണ്ടായത് കൊണ്ട് നിനക്ക് തോന്നിക്കാണും. വല്ലതും പറഞ്ഞാ? ഞാനോ എന്ത് പറയാൻ? എനിക്കൊന്ന് കിടക്കണം. എൻ്റെ പൊന്നു കുഞ്ഞ് ഒന്ന് ഇറങ്ങിപ്പോയി എനിക്ക് സമാധാനമായിട്ടൊന്ന് കിടക്കണം. സമാധാനമായിട്ടൊന്ന് പാട്ടോ പാടാൻ പോലും സമ്മതിക്കത്തില്ല. എവിടെ പോയാലും എൻ്റെ ഇടയ്ക്ക് ഇവള് കാണുമല്ലോ. ഞാനൊരു ഡൗട്ട് തോന്നിട്ട് ആ ഡൗട്ട് ക്ലാരിഫൈ ചെയ്യാൻ അല്ലാതൊന്നും. ഡൗട്ട് എല്ലാം ക്ലിയർ ആയാലോ, ഒന്ന് ഇറങ്ങിപ്പോവും. ഞാൻ ഇറങ്ങിയത് പോവാ. നീ പോടാ മാക്രി എന്റെ മറ്റവൻ. നീ പോടി. നീ പോടാ. ഓവർ കിടന്ന് കൂവട്ടാ, ഞാൻ പോവാ. എത്ര കാലം നീ ടോമൻസർ കളിക്കും? എത്ര കാലം പോകുന്നു ഞാനൊന്ന് നോക്കട്ടെ. ഇതെന്താ മീന നൈറ്റ് ടൈമില് ഇവിടെ വന്നിരിക്കുന്നത്? അതൊന്നുമില്ല വന്നേട്ടാ, ഞാൻ ഇന്ന് ഇവിടെ പകൽ സംഭവിച്ചൊക്കെ ആലോചിച്ചിങ്ങനെ നിൽക്കാറുണ്ട്. ഞാൻ എത്ര സന്തോഷത്തോടെ നന്ദൂനെ ഒന്ന് കാണാൻ വന്നെന്നറിയാം. പക്ഷെ അവള് ബിഹേവ് ചെയ്ത് കണ്ടപ്പം അതിന്റെ കയ്യിൽ പറഞ്ഞല്ലേ കിട്ടിയത്. എന്നിട്ട് അവളെ നല്ലോണം കുറ്റം പറയാൻ വേണ്ടി നിൽക്കുന്നു. എന്താണ് അങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുന്നേ? ഒന്നുമില്ല. കടവുളെ, ഇതെനിക്കിപ്പോ പണിയാവൂല്ല. എന്റെ ശിവ ഇതുമെല്ലാം കണ്ടുവരണം. സബാഷ്, ഞാൻ പെട്ട്. എന്റെ അടിയന്തരം ഇപ്പം നടക്കും. അല്ല ശിവൻ, ഞാനും പറയട്ടെ. നിന്നെ ആരെ കൊണ്ട് ക്ഷണിച്ചേ? നിന്നോട് എനിക്ക് ഒന്നും പറയാനില്ല. എനിക്ക് പറയാനുള്ള മീരയോടാ. മീര, ഇത് നിനക്കൊണ്ട് ആദ്യത്തെ അവസാനത്തെ വാണിംഗ് ആയിരിക്കും. ഇനി ഇതുപോലെ ഒന്ന് അന്ന് നിന്റെ അന്ത്യം മോളെ. പിന്നെ നീ ഇവിടെ കണ്ട തോന്നിവാസത്തിനൊന്നും ഞാൻ വായ തുറന്ന് നിന്നൊന്നും പറയാത്തത്. യു ആർ എ ഗസ്റ്റ്. ആ ഒരു ഒറ്റ കൺസിഡറേഷൻ കണ്ട ഇനി ഇമാതിരി ഈ കൺസിഡറേഷൻ മുതലെടുത്ത് ഇമാതിരി സ്വഭാവം പിടിച്ച് നീ ഇറങ്ങിയ എൻ്റെ വേറൊരു മുഖം നീ കാണും. എനിക്ക് ദേഷ്യം വന്നാൽ അറിയാനും വരാ. സോ അതും നീ എന്നെ കൊണ്ട് എടുപ്പിക്കരുത്. പറഞ്ഞതൊക്കെ മനസ്സിലായല്ലോ. അപ്പം മിണ്ടാതെ മോള് പോയി കിടന്നുറങ്ങാൻ നോക്ക്. മോനും ഓവർ ഇവിടെ കിടന്ന് ചുറ്റണ്ട. എന്റെ ദൈവമേ, നല്ല കലിപ്പിലാണല്ലോ പോയത്. ഞാൻ ഇവിടെ ഇങ്ങനെ ഒന്ന് മെരുക്കിയെടുക്കുന്ന. ശിവ, ഞാനൊന്ന് പറയട്ടെ.
എൻ്റെ പൊന്നാതി, എനിക്ക് നിന്നോട് ദേഷ്യമൊന്നുമില്ല. പെട്ടെന്ന് മീരനെ കണ്ടപ്പോൾ എനിക്ക് അവളോട് ദേഷ്യം വന്നു. പിന്നെ അവളുടെ മുമ്പിൽ വെച്ചിട്ട് നിന്നോട് സോഫ്റ്റായിട്ട് സംസാരിക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ടാണ്. അല്ലാതെ എനിക്ക് നിന്നോട് ദേഷ്യമൊന്നുമില്ല. എനിക്കിപ്പം കാര്യങ്ങളൊന്നും പറയേണ്ടതൊന്നും വേണ്ടല്ല. ആ കാര്യങ്ങളൊക്കെ എളുപ്പമല്ല. ഞാനിന്ന് പോകുന്നില്ല, പോകാൻ ഒരു പ്ലാനില്ല. ഞാനിന്ന് ഇവിടെ കിടക്കാം. ആദ്യം കളിക്കല്ലേ, രാവിലെ അമ്മ റൂമിൽ കയറി വരുന്നു. അപ്പം നിന്നിവിടെ കണ്ട പണിയാവും, നമ്മൾ രണ്ടാളും തല പോകും. ആദ്യം കളിക്കല്ലേ, വെറുതെ ഒരു സീൻ ഉണ്ടാക്കുന്ന ചെല്ല് കളിക്കാൻ നിൽക്കല്ലേ. പ്രോമിസ്, വീട്ടുകാരെനിക്ക് മുമ്പ് ഞാൻ റൂമിൽ പൊക്കോളാം. ഇല്ലടി, അവർ കണ്ടി ഞാനിവിടെ കിടക്കുന്ന. ഓക്കെ, എന്തായാലും ചെയ്യും, കിടക്കുന്നൊക്കെ കൊള്ളാം. പക്ഷെ ഇവിടെ അതൊക്കെ ഒഴുകി കടന്നോളാം. ഒതുങ്ങി കിടന്നോളാം. ദൈവമേ, ഉറക്കമൊന്നും വരുന്നില്ല. ഒരു കാര്യം ചെയ്യാം, പോയിന്റ് ഭദ്രകാളിയെ കണ്ടിട്ട് വരാം. നല്ല ഉറക്കാണല്ലോ. ഇവിടെ ചേച്ചമ്മയുടെയും കണ്ണേട്ടൻ്റെയും കല്യാണം വേഗം നടത്തേണ്ടിയിരിക്കുന്നു. അധികം വൈകിച്ച ഇവിടെ പേര് ദോഷം കേൾക്കേണ്ട വരും. എന്തോടാ ചെറുക്ക, മനുഷ്യൻ മനസ്സിലാവുന്ന പോലെ തെളിച്ച് പറ. ഇപ്പൊ കൊറേ ആയില്ല, 3 വർഷത്തിന് മേലെ ആയില്ല സ്നേഹിക്കാൻ തുടങ്ങിയിട്ട്. മോർ ദാൻ യെസ്, ഇപ്പം 4 വർഷമാകാൻ പോകുന്നില്ലേ? അത് തന്നെ, വേഗം കല്യാണം കഴിപ്പിക്കണ്ടേ? അല്ല, ഇത്ര പ്രായമായില്ല, അതാണ് ഉദ്ദേശിച്ചത്. ഓ അങ്ങനെ. നിനക്കെപ്പടി എൻ്റെ ചേച്ചിയമ്മയുടെ കണ്ണേട്ടൻ മാതിരി എപ്പടി സ്നേഹം വന്നത്? അമ്മ, ഇവ സമയം ശരിയാ. വൈശേട്ടാ, ഇവർ കല്യാണം നേരത്തെ നടത്താം. വൈശേട്ടാ റാമിനോടൊന്ന് സംസാരിക്കും. ഇന്ന് തന്നെ ആവട്ടെ, വൈകിപ്പിക്കണ്ട. ശരിയാ, ഇന്ന് തന്നെ സംസാരിക്കുക. എന്തിനാ വെയിറ്റ് ചെയ്യുന്ന? നമുക്ക് താലോട്ടോ സംസാരിച്ചിട്ട് വരാം. കിട്ടിയ ചാൻസിൽ പാല വെക്കാൻ നോക്കുന്ന അച്ചു. എന്താ ചേച്ചിയമ്മ, ഞാൻ കണ്ണുപാറ ഉണ്ടായില്ലേ? അതെ, ആ ഒരു ഒറ്റ കാരണം കൊണ്ട് നിന്നപ്പോ ഞാൻ പുറത്ത് വിടുന്നു. മോലെ ഉണ്ടായിരുന്നല്ലോ. റാം, എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട്. ഞാൻ പറയുന്നത് നീ എങ്ങനെ എടുക്കുമെന്ന് എനിക്കറിയത്തില്ല. എന്നാലും ഞാൻ പറയാം. എന്തിനാടാ നമുക്കിടയിൽ ഇത്രയും മുഖവര? അതിന്റെ ആവശ്യമില്ല, നീ കാര്യം പറ. ഞാൻ പറയാമോന്ന് എനിക്കറിയത്തില്ല. എൻ്റെ മൂത്തമോൻ ആദിക്ക് നിന്റെ മൂത്ത മോള് ശിവേനെ തരുമോ? ഞങ്ങള് പൊന്നു പോലെ നിന്റെ മോളെ നോക്കിക്കോളാം. ഇതിനാണോ നീ ഇത്ര മുഖവരയിട്ടെ? ഞങ്ങൾക്ക് സന്തോഷമില്ലല്ലോ ഞങ്ങളുടെ മോളെ നിനക്ക് തരാന്. അത് മാത്രല്ല, ഞങ്ങൾക്ക് വിശ്വസിച്ചേൽപ്പിക്കാലോ, അല്ല കായു? എനിക്കെന്ത് എതിർപ്പാ? നമുക്ക് വിശ്വസിച്ചൊരാളെ ഏൽപ്പിക്കാൻ ചെയ്യാൻ പറ്റുന്നില്ലേ? എനിക്ക് സന്തോഷമുള്ളൂ. ഞങ്ങൾ പോകുമ്പോഴത്തേക്കും എൻഗേജ്മെൻറ്റ് നടത്തി വെക്കാം, അതാ പ്ലാന്. അല്ല, രണ്ടാൾക്കും പ്രായമായി വരികയല്ലേ ഇപ്പം നല്ല. അതിനെന്താ ആവശ്യം? നമുക്ക് ഇപ്പം അടുത്ത് തന്നെ നടത്താം. ഇനി അധികം താമസിപ്പിക്കേണ്ടെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നമുക്ക് ജോത്സ്യരെ പോയി നാളെ തന്നെ കാണാം. ഇനിയിപ്പം ജോത്സ്യർ ഈ ആഴ്ചയാണ് ദിവസം കുറിച്ചിരുന്നെങ്കിൽ ഇന്ന് ഈ ആഴ്ച തന്നെ അമ്മയ്ക്ക് എന്താമേ എന്നെ എത്ര പെട്ടെന്ന് ഇരിച്ചടേറ്റേ? ഇത്ര കാലം തന്നെ ഞാൻ സഹിച്ചില്ലേ?
ഇനിയിപ്പോൾ നിന്നെ സഹിക്കാനും ഏറ്റെടുക്കാൻ പറ്റുന്ന ഒരാൾ വരുന്നതെന്ന് പറയുമ്പോൾ എനിക്ക് അത്ര ആശ്വാസം. പക്ഷേ ഇനി ഒരു മാസം ഒരു വീട് നിൽക്കുന്നുണ്ടല്ലോ, അതിൻ്റെ ഇടയിൽ അവർ നിന്റെ സ്വഭാവം അറിഞ്ഞ് അവരെങ്ങനെ വേണ്ടാന്ന് വെച്ചാലോ എന്നുള്ള പേടിയിലാണ് ഈ പരിപാടി നമ്മൾ വേഗം അങ്ങോട്ട് ചെയ്ത് തീർക്കുന്നത്. മനസ്സിലായോ അമ്മ? നീ ഇങ്ങനെ അവളെ നോക്കിക്കൊണ്ടിരിക്കാതെ അവൾക്ക് നിന്റെ ലവ് കൺഫേഴ്സ് ചെയ്യാൻ നോക്കൂ. അങ്ങനെയാണെങ്കിൽ ഇന്നലത്തെ പോലെ അവളറിയാതെ അവളെ റൂമിൽ കണ്ട ആവശ്യം വരത്തില്ല. ഈ കണ്ണേട്ടനിങ്ങനെ ഇറങ്ങി പൊഞ്ഞ മോനെ, ഞാൻ നിന്റെ ഏട്ടനാ. നിന്നെക്കാട്ടി വല്ല ഉടായ്പ് കാണിച്ചിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. അപ്പം നീ ചെയ്യുന്ന കുഞ്ഞു കുഞ്ഞു ഉടായ്പിനെ അറിയാതിരിക്കുമോ? ഏട്ടൻ പൊക്കിയല്ലേ? ഞാൻ പൊക്കി. എൻ്റെ കാര്യം നീ പാര വെച്ചായിട്ട് സെറ്റായിട്ട് കിട്ടി. ഇനി നിന്റെ കാര്യം സെറ്റാക്കിക്കോ. അമ്മ അച്ഛനെ നിനക്കറിയാമല്ലോ. ആരെങ്കിലും കൊത്തിക്കൊണ്ട് പോകുന്നതിന് മുമ്പ് കൺഫേഴ്സ് ചെയ്ത് വെക്കാം. நீன்றே மூடுமே எவனோ நீதானே என் காதலே என்னானோ உருகி உருகி போனதடி என் உள்ளோ யானியே குருகி குருகி போனதடி என் எண்ணோ யானியே நீன்றே மூடுமே எவனோ நீதானே என் காதலே என்னானோ உருகி உருகி போனதடி என் உள்ளோ யானியே குருகி குருகி போனதடி என் எண்ணோ யானியே. Can you come with me? Sister, I want to talk to you. അതിനെന്താ, ഞാൻ വരല്ലോ. ஊனாகி உயிராகி நில்லாய் நிலமாக ஒளிவாகி ஒளி வீசும் விதமாக അയമിയ എല്ലാ വീഡിയോസിൻ്റെ അവസാനം ഇവളെന്തിനാ ഈ വോയിസ് ഓവറെ കൊണ്ട് വരുന്നത് വിചാരിക്കുന്നുണ്ടോ? അങ്ങനെ വിചാരിക്കുന്നവർക്കും വീഡിയോ ലേറ്റ് ആയത് എന്തുകൊണ്ട് എന്ന് ചിന്തിക്കുന്നവർക്കുമുള്ള റിപ്ലൈ കൊണ്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ ഒരു കാണാം. എന്താ എൻ്റെ ഞാൻ ഒരു ഷോപ്പിൽ നിൽക്കുക എടുത്ത് നമുക്ക് കുറച്ച് ഡ്രസ്സ് എടുക്കുമ്പോൾ ഒന്ന് വേറെ ക്ലീൻ ചെയ്യാൻ പറ്റില്ല കേട്ടോ. കമ്മ്യൂണിറ്റി ഇട്ടാൽ മതി. ആടാ നീ കമ്മ്യൂണിറ്റി ഇടാം, നീ വിഷമിക്കാതെ. കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ. അപ്പൊ ഇനി നമുക്ക് ലാസ്റ്റ് ഫൈനൽ എപ്പിസോഡിൽ ഒരുമിച്ച് കാണാം. അതിന് ഇങ്ങനെ ലാസ്റ്റ് വോയിസ് ഒന്നും ഉണ്ടാവില്ല. അപ്പൊ ശരി, ബൈ. ஊனாகி உயிராகி நில்லாய்